ഓക്കെ, ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു എച്ച് ലിമിറ്റഡിന്റെയും ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ ഒരു സബ്സിഡറി കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്, ഹോൾഡിംഗ് കമ്പനിയുടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ സബ്സിഡറി കമ്പനിയുടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഒരു 1,50,000 പിന്നെ ഒരു 72,000, പിന്നെ സർപ്ലസ് ഉണ്ട് 32,000 ആണ്. പിന്നെ സബ്സിഡറി കമ്പനിക്ക് പ്രോഫിറ്റ് അല്ല, ലോസ് ആണ് 18,000. പിന്നെ കറന്റ് ലയബിലിറ്റി, അതിൽ ട്രേഡ് പേയബിൾ ഹോൾഡിംഗ് കമ്പനി ഉണ്ട്, സബ്സിഡറി കമ്പനി ഉണ്ട്. ഇനി അവിടെ അസറ്റിലേക്ക് പോകുമ്പോൾ ലയബിലിറ്റീസ് കഴിഞ്ഞു, ഇനി അസറ്റിലേക്ക് പോകുമ്പോൾ കാണുന്ന കാര്യങ്ങൾ നോക്കുക. അത് നോൺ കറന്റ് അസറ്റ്, അതിൽ ഫിക്സഡ് അസറ്റ് കൊടുത്തിരിക്കുന്നു, പിന്നെ ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ കറന്റ് അസറ്റ്, അതിൽ ട്രേഡ് റിസീവബിൾസ്. ബാലൻസ് ഷീറ്റ് ടോട്ടൽ കാണിച്ചിട്ടുണ്ട്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ. ഓൺ 1st April 2019, H Limited acquired the shares of S Limited. At this date, S Limited had a credit balance of 12,000 in his statement of profit and loss. ഇവിടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം പഠിച്ച കാര്യമാണ്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ആദ്യം വർക്കിംഗ് നോട്ടില് ഗുഡ് വില്ല് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. പിന്നെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അത് കണ്ടുപിടിക്കണം. അപ്പൊ ഏറ്റവും ആദ്യം വർക്കിംഗ് നോട്ട് ചെയ്യുക, അതിൽ ഗുഡ് വില്ല് കണ്ടുപിടിക്കുക. എങ്ങനെ ഗുഡ് വില്ല് കാണുക? ഈ ഇവിടെ എത്ര എമൗണ്ട് ആണ് ഹോൾഡിംഗ് കമ്പനി പേ ചെയ്ത് ഷെയർസ് കിട്ടാൻ വേണ്ടി, അത് ബാലൻസ് ഷീറ്റിൽ ആ ഇൻവെസ്റ്റ്മെന്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. 64,000 അതൊന്ന് അവർക്ക് കിട്ടിയ എമൗണ്ട് മൈനസ് ചെയ്യാം. അവര് കിട്ടിയത് മൈനസ് ചെയ്യാം. അവർക്ക് എന്ത് കിട്ടി? അവർക്ക് ഷെയർസ് കിട്ടി. എത്ര ഷെയർസ് കിട്ടി? 6,000 ഷെയർസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ നോമിനൽ വാല്യൂ 6,000 × 10, അപ്പൊ കിട്ടും 60,000. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് അവർക്ക് എത്ര ഷെയർസ് കിട്ടി എന്നുള്ള കാര്യം അസറ്റിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 6,000 ഷെയർസ്. അപ്പൊ അതിന്റെ നോമിനൽ വാല്യൂ അത് കിട്ടുക 60,000. പിന്നെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, അത് അക്വിസിഷൻ ഡേറ്റ് ഉള്ള പ്രോഫിറ്റ് ആണ്. അത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 12,000 ആണ്. അതിലൊരു ഷെയർ ഇവർക്ക് കിട്ടും. ഇവിടെ കയ്യിൽ 6,000 ഷെയർസ് ഉള്ളത്, ആകെ ഉള്ളത് 7,200 ഷെയർസ് ആണ്. അപ്പൊ ആ ഒരു പ്രൊപ്പോർഷനിലാണ് ഇവർക്ക് 12,000 കിട്ടുക. അപ്പൊ 12,000 × 6,000 ഡിവൈഡഡ് ബൈ 7,200, അപ്പൊ കിട്ടുക 10,000. അപ്പൊ ടോട്ടല് 60,000 × 10,000 70,000. കൊടുത്ത പാച്ച് എമൗണ്ട് 64,000. അപ്പൊ ആ വ്യത്യാസം ഇവിടെ ഗുഡ് വില്ലല്ല, പോസിറ്റീവ് ഗുഡ് വില്ലല്ല, നെഗറ്റീവ് ഗുഡ് വില്ലാണ്. നെഗറ്റീവ് ഗുഡ് വില്ലാകുമ്പോൾ അതിന് പല പല പേരിൽ വിളിക്കും. ഒന്ന് ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് എന്ന് വിളിക്കും, അടുത്ത ക്യാപിറ്റൽ റിസർവ് എന്ന് വിളിക്കും, അടുത്ത കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് വിളിക്കും. അങ്ങനെയൊക്കെ വിളിക്കാം. അപ്പൊ ഇവിടെ പോസിറ്റീവ് ഗുഡ് വില്ല അല്ല. ഇനി നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അത് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ മൈനോറിറ്റിയുടെ കയ്യിലുള്ള ഷെയർസ് 1,200 ഷെയർസ് ആണ്. അപ്പൊ 1,200 × 10 12,000. ഇവർക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിലും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എല്ലാം അവിടെ ലോസ് ആണ്, അതിലും അവകാശമുണ്ട്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അത് 12,000 മൾട്ടിപ്ലൈഡ് ബൈ 1,200 ഡിവൈഡഡ് ബൈ 7,200, അപ്പൊ കിട്ടുക 2,000. അതുപോലെ പോസ്റ്റ് അക്വിസിഷൻ ലോസ് അതും ഇവർക്ക് ആ റേഷ്യോയിൽ കിട്ടും. 1,200 ഡിവൈഡഡ് ബൈ 7,200 റേഷ്യോയില്. പോസ്റ്റ് അക്വിസിഷൻ ലോസ് എത്ര കിട്ടുക? ബാലൻസ് ഷീറ്റിൽ എത്ര കാണിച്ചിരിക്കുന്നത് നോക്കുക. ബാലൻസ് ഷീറ്റിൽ 18,000 ആണ്. പക്ഷേ പോസ്റ്റ് അക്വിസിഷൻ ലോസ് കിട്ടുക 30,000 ആണ്. ഇവിടെ അക്വിസിഷൻ സമയത്ത് ഒരു 12,000 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, അത് April 1 അതാണ് 18,000 ആയിട്ട് ചേഞ്ച് ചെയ്ത് ലോസ് ആയിട്ട്. 12,000 പ്രോഫിറ്റ് 18,000 ലോസ് ആയിട്ട് അക്കൗണ്ടിങ് ചെയ്യേണ്ട അവസാനത്തെ ഡേറ്റില് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ? ഈ കൊല്ലത്ത്, അതാണ് ഈ കൊല്ലാണ് പോസ്റ്റ് അക്വിസിഷൻ പീരീഡ്, ഈ കൊല്ലത്ത് ലോസ് ശരിക്കും 30,000 ആയിരിക്കും. ഓപ്പണിങ്ങിനുള്ള പ്രോഫിറ്റ് 12,000 അതിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം.
ഏറ്റവും അവസാനം 18,000 ലോസ് കിട്ടി. അപ്പൊ ശരിക്കുള്ള പോസ്റ്റ് അക്വിസിഷൻ ലോസ് 30,000 ആണ്. അപ്പൊ അതിന്റെ ഒരു ഷെയർ കിട്ടുക. അപ്പൊ 30,000 into 1,200 ഡിവൈഡഡ് ബൈ 7,200, അപ്പൊ 5,000 കിട്ടും. അപ്പൊ ടോട്ടൽ കിട്ടുക 9,000. അപ്പൊ വർക്കിംഗ് നോട്ടിൽ ചെയ്യാനുള്ള കാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട ബാലൻസ് ഷീറ്റ് വരയ്ക്കലാണ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. അപ്പൊ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2020. അതിലെ അസറ്റ്, നോട്ട് നമ്പർ, എമൗണ്ട്. അസറ്റിലെ നോൺ കറന്റ് അസറ്റ്, പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെന്റ്, അത് ആഡ് ചെയ്ത് കാണിക്കുക ബാലൻസ് ഷീറ്റിൽ. 1,88,000. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഡെഫേർഡ് അസറ്റ് ഇല്ല, പിന്നെ കറന്റ് അസറ്റില് ഇൻവെന്ററി ഇല്ല, ട്രേഡ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ് കൂട്ടി കാണിക്കുക 46,000. ആ ബാലൻസ് ഷീറ്റിന് ടോട്ടൽ കിട്ടി. ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ 2,34,000. ഇതാണ് ബാലൻസ് ഷീറ്റ് ടോട്ടൽ. ഇനി ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അതിൽ ആദ്യം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അത് പാരന്റ് കമ്പനിയുടെ കാണിക്കാവൂ, സബ്സിഡറി കമ്പനിയുടെ കാണിക്കാൻ പാടില്ല. അപ്പൊ 15,000 ഷെയർസ് റുപ്പീസ് 10 each, 1,50,000. റിട്ടേൺഡ് ഏർണിങ്സ്, അതാണ് ഏറ്റവും പുതിയ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റിൽ കാണിക്കേണ്ട റിട്ടേൺ ഏർണിങ്സ്. അപ്പൊ അതിന്റെ ഒരു നോട്ട് വരയ്ക്കണം കേട്ടോ. പാരന്റ് കമ്പനിയുടെ സർപ്ലസ് കാണിച്ചു 32,000. നെഗറ്റീവ് ഗുഡ്വിൽ കാണിച്ചു, ക്യാപിറ്റൽ 6,000. പോസ്റ്റ് അക്വിസിഷൻ ലോസ് 30,000 ആയിരുന്നു നേരത്തെ കണ്ടു. അതിന്റെ ഒരു പ്രൊപ്പോർഷൻ 6,000 ഡിവൈഡഡ് ബൈ 7,200 പ്രൊപ്പോർഷനില്. അപ്പോ 30,000 മൾട്ടിപ്ലൈഡ് ബൈ 6,000 ഡിവൈഡഡ് ബൈ 7,200, 25,000. അപ്പൊ ടോട്ടൽ കിട്ടുക 13,000 കിട്ടും. 13,000. ആ 13,000 ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ റിട്ടേൺഡ് ഏർണിങ്സ് ആയിട്ടാണ് കാണിക്കേണ്ടത്. റിട്ടേൺ ഏർണിങ്സ് ആയിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിച്ചു. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നു 9,000. ഇനി ലാബിലിറ്റീസിൽ എന്തെങ്കിലും കാണിക്കണ്ടോ? ലാബിലിറ്റീസിൽ ആദ്യം നോൺ കറന്റ് ലാബിലിറ്റി, അതിൽ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി, പിന്നെ കറന്റ് ലാബിലിറ്റി, അതിൽ ട്രേഡ് പേയബിൾ, ക്രെഡിറ്റേഴ്സ് കൂട്ടി കാണിക്കുക. ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിൾ ഒക്കെയാണ് ഇതിൽ കൂട്ടി കാണിക്കുക. അപ്പൊ കിട്ടുക 62,000. ആ ബാലൻസ് ഷീറ്റ് ടോട്ടൽ 2,34,000. ഇങ്ങനെയാണ് ഈ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുക കേട്ടോ. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.